അയ്യോ കൈ കുടുങ്ങി കമ്പിൽ കൈ കുടുങ്ങി കിടക്കണം. പാമ്പൻ്റെ ഒന്ന് പിടിച്ചാൽ നോക്കട്ടെ. സമൂഹം ഇപ്പോൾ ഒരു വലിയ കാട്ടിൽ ഇവിടെ ഒരു ആട്ടുകുഞ്ഞിൻ്റെ കായ് കുടുങ്ങി കിടക്കുക. ഞാൻ ആട്ടുകുട്ടീനോട് സോറി പറഞ്ഞ ആട്ടുകുട്ടീനെ ഏൽപ്പിച്ചു. ഇതാണ് കുറച്ചധികം നേരമായിട്ട് ഇങ്ങനെ കുടുങ്ങി അങ്ങോട്ടേക്ക് ഇപ്പം ഇങ്ങനെ ഒച്ചയൊന്നും കേട്ടില്ല. ഇങ്ങോട്ട് വന്ന വഴിക്കാണ് ഇനി വലിയ വലിയ പാമ്പെങ്ങാനും ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ടാണ് ഓടി ഇങ്ങോട്ടേക്ക് പോകുന്നത്. ശരിയായോ? മിണ്ടല്ലോ മിണ്ടുണ്ട് പറ്റിട്ടില്ല. കുഞ്ഞാലി കുഞ്ഞാലി ഞാനൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ പേര് വിട്ടു കുഞ്ഞാലിന്ന്. കുറേ നേരം ഞാൻ കുഞ്ഞാലി കുഞ്ഞാലിന്ന് വിളിച്ചു. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. നല്ല ആഴത്തിലേക്ക് മുറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൈ. ചാച്ചേട്ടൻ്റെ കൈ പിന്നെ അതിനകത്ത് ചുറ്റി 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 ഇങ്ങനെ വന്നേക്കാണ്. അത് ചിലപ്പോൾ എങ്ങാനും ഇങ്ങനെ തല്ലി പഠിച്ചപ്പോൾ എങ്ങാനായി പോയതായിരിക്കും. നല്ല കട്ടിയുള്ള മൂർച്ച പോലത്തെ ഉള്ള കമ്പിയാണ് കേട്ടോ അത്. ചിലപ്പോൾ ഇവൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവരൊക്കെ ഇവനെ കാണാണ്ടായിട്ട് അല്ലെങ്കിൽ ഇവനെ അന്വേഷിച്ചാണ്ട് പോയിട്ടുണ്ടാവും ഇതിനെ ഒറ്റയ്ക്കാക്കിയിട്ട്. എനിപ്പിച്ചൊന്ന് ഒന്ന് എനിപ്പിച്ചേ. ബൈ ബൈ. പിന്നെയും പിന്നെ അവിടെ നിൽക്കുകയാണ്. കുറച്ചു നേരം അവിടെ ഇരുന്നു. അങ്ങനെ നിന്നിങ്ങനെ പോണേ. ഇനിയിപ്പോൾ സ്ഥലം അറിയാണ്ട് ദിക്ക് കൂട്ടി പോയതാണോ അതോ കാല് വയ്യാത്തോണ്ട് ഇങ്ങനെ നിൽക്കണയാണോ? എന്തായാലും ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം കൂടെ അവിടെ നോക്കി നിന്നു. ഹലോ കുഞ്ഞാണേ. ഓ ഗോഡ്, നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടാണ് നമ്മൾ അവരെ രക്ഷിച്ചത്. ഇതൊരിടയ്ക്ക് ഇങ്ങനെ ശല്യമായിക്കൊണ്ടിരിക്കുന്ന ഒച്ചില്ലേ, ഒച്ചിൻ്റെ ശല്യം നമ്മൾ കാണുന്നില്ല. നമ്മൾ ഇവിടെ നോക്കി ഇവിടെ വീടുകളൊന്നുമില്ല. അപ്പോൾ ഈ ആട്ടുകുട്ടി ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലാണ്, നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പറയാൻ വേണ്ടി പോകണ്ട. നമ്മളവിടെ പറഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ അതുകൂടെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ കാര്യം വയ്യാത്തോണ്ടാണോ അതോ സ്ഥലം അറിയാത്തോണ്ടാന്ന് അറിയില്ല. ഈ ആടുകളുടെ കൂട്ടത്തിലുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ അത് അതിങ്ങോട്ട് നടന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.